നമസ്കാരം. മെത്രാന്റെ കുഞ്ഞാടിനെ പ്രസിഡന്റാക്കിയത് കേസിക്ക് മുഖ്യമന്ത്രിയാകാൻ. ഇന്ത്യ പാക് സംഘർഷം മറയാക്കി കേരളത്തിലെ കോൺഗ്രസിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ കെ.സി. വേണുഗോപാലിൻ്റെ നടപടി തിരിച്ചടിക്കുമെന്നുള്ള വിലയിരുത്തലുകൾ വരുന്നു. വൻ പൊട്ടിത്തെറിയിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കെ. സുധാകരനെ മാറ്റി KPCC പ്രസിഡന്റായി സണ്ണി ജോസഫിനെ നിയോഗിച്ചതാണ് പ്രതിസന്ധിക്ക് വഴിമരുന്നിട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കൂടാതെ ഇനി വരാൻ പോകുന്ന KPCC DCC ഭാരവാഹികളുടെ പുനഃസംഘടന, ആ പുനഃസംഘടനയിലും കെ.സി. വേണുഗോപാൽ അപ്രമാദിത്വം കാണിക്കും. അതിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഗ്രൂപ്പുകൾ ഇപ്പോൾ തന്നെ അസംതൃപ്തരാണ്. KCയുടെ വേണ്ടപ്പെട്ടവരെ KPCC DCC ഭാരവാഹികളുടെ പുനഃസംഘടനയിൽ തിരികെ കയറ്റിയാൽ അത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ പ്രതിഷേധ സ്വരങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം KPCC DCC ഭാരവാഹികളുടെ പുനഃസംഘടനയിൽ വിവിധ സ്ഥാനങ്ങളിൽ വർഷങ്ങളായി മാറി മാറി തുടരുന്ന സ്ഥിരം മുഖങ്ങളെ ഒഴിവാക്കണമെന്ന ആവശ്യം മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം പറഞ്ഞു. ചെറിയാൻ ഫിലിപ്പ് അടക്കം അത് പറയുകയും ചെയ്തു. ഗ്രൂപ്പ് നേതാക്കളുടെ പിന്തുണയില്ലാത്തതിനാൽ കാലാകാലങ്ങളിൽ അവഗണിക്കപ്പെട്ട കോൺഗ്രസിനു വേണ്ടി ജീവിതം ഹോമിച്ച് പാരമ്പര്യവും അർഹതയും യോഗ്യതയുമുള്ളവരെയൊക്കെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കണമെങ്കിൽ കോൺഗ്രസിൽ എല്ലാ തലത്തിലും തലമുറ മാറ്റം അനിവാര്യമാണ്. സംഘടനാ ദൗർബല്യം പരിഹരിക്കണമെങ്കിൽ പുതുരക്തപ്രവാഹം ഉണ്ടാകേണ്ട ആവശ്യം അതിക്രമിച്ചിരിക്കുന്നു. 50% സ്ഥാനങ്ങൾ 50 വയസ്സിന് താഴെയുള്ളവർക്ക് നൽകണമെന്ന AICC റായ്പൂർ സമ്മേളനം തീരുമാനം അത് നടപ്പാക്കേണ്ടതാണ്. 25% വീതം വനിതകൾക്കും പിന്നാക്കക്കാർക്കും നൽകണമെന്ന നിബന്ധന അത് പാലിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിർബന്ധങ്ങൾ കൊണ്ടുവരണം. ഉള്ളവനും ഇല്ലാത്തവനുമെന്ന രണ്ട് വർഗമാണ് കോൺഗ്രസിലുള്ളത്. ചെറുപ്പം മുതൽ തുടർച്ചയായി അധികാര സ്ഥാനങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ചില നേതാക്കൾക്ക് അധികാരത്തിൻ്റെ ആർത്തി ഇനിയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവഗണനയിലും വഞ്ചനയിലും കടത്തിലും മനം നൊന്ത് ഹൃദയം പൊട്ടി മരിച്ച സതീശൻ പാച്ചേനിയുടെ കഥനകഥ ആരും മറക്കരുത് എന്നും രാഷ്ട്രീയ പ്രതിയോഗികളുടെയും പോലീസിൻ്റെയും പീഡനമേറ്റ ആരോഗ്യം ക്ഷയിച്ച് സ്ഥിരം ചികിത്സയിൽ കഴിയുന്ന ജീവിക്കുന്ന രക്തസാക്ഷികളെയാണ് പുനഃസംഘടനാ വേളയിൽ ഓർമ്മിക്കേണ്ടത് എന്നും ചെറിയാൻ ഫിലിപ്പ് അടക്കം ഇന്നലെ പറയുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ മുതിർന്ന നേതാക്കളുടെ വായകളിൽ നിന്ന് തിരികെ വരുന്നതാണ്. അപ്പോൾ സണ്ണി ജോസഫിനെ നിയോഗിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പ്രസിഡന്റാക്കിയതിലൂടെ നിർണായക ഇടപെടൽ നടത്തിയ AICCയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയപ്പെടുന്ന കെ.സി. വേണുഗോപാൽ, ആ കെ.സി. വേണുഗോപാൽ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി കസേരയാണ് എന്നാണ് കോൺഗ്രസിലെ പ്രബല വിഭാഗം സംശയിക്കുന്നത് എന്നുള്ളതാണ്. UDFന് ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി പദം കൈപ്പിടിയിൽ ഒതുക്കാൻ താല്പര്യമുണ്ട്. പാർട്ടിയിലെ അപ്രധാന തസ്തികയിൽ നിന്നും ഒറ്റയടിക്ക് ഉയർത്തി സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കിയിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണെന്ന് പറയേണ്ടിയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ചില കുൽസിത പ്രവർത്തനങ്ങൾ KC നടത്തുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായിട്ട് ഇത് 3-ാം തവണയാണ് സണ്ണി ജോസഫ് വിജയിച്ചിരിക്കുന്നതും MLA ആകുന്നതും. കേരളത്തിൽ കോൺഗ്രസിന് ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും വിജയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിജയിച്ചെടുക്കാൻ കഴിയുന്ന നേതൃത്വം അടക്കം വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് പേരാവൂർ. അപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്ന് തന്നെ 2026 സണ്ണി ജോസഫ് ജനവിധി തേടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള AP അനിൽകുമാറും PC വിഷ്ണുനാഥും മത്സരിക്കുമെന്നുള്ള കാര്യവും ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ UDFന് ഭരണം ലഭിച്ചാലാണ് ശരിക്കും ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പദത്തിനായിട്ട് രമേശ് ചെന്നിത്തല, VD സതീശൻ വിഭാഗങ്ങൾ കടിപിടി കൂടുമെന്നും തർക്കം രൂക്ഷമാകുമ്പോൾ കേരളത്തിൽ ലാൻഡ് ചെയ്ത് മുഖ്യമന്ത്രി കസേര സ്വന്തമാക്കാമെന്നുമാണിപ്പോൾ കെ.സി. വേണുഗോപാൽ കണക്കുകൂട്ടുന്നത്. 1995 ഡൽഹിയിൽ നിന്നും പറന്നിറങ്ങി AK ആന്റണി മുഖ്യമന്ത്രിയായതുപോലുള്ള ഒരു ലാൻഡിംഗ് ആണ് കെ.സി. വേണുഗോപാൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. 95 കേരളത്തിലെ കോൺഗ്രസിൽ അധികാര തർക്കം രൂക്ഷമാവുകയും കെ കരുണാകരന് രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ആ സാഹചര്യത്തിലാണ് ഡൽഹിയിലെ പ്രധാന അധികാര കേന്ദ്രമായിരുന്ന AK ആന്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അന്ന് നറുക്ക് വീണത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയിക്കാൻ ഉറപ്പുള്ള തിരൂരങ്ങാടി മണ്ഡലം, ആ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം ലീഗാണ് ആന്റണിക്കായിട്ട് അന്ന് വിട്ടുകൊടുത്തത്. മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട AK ആന്റണി വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയത് എന്നുള്ളതാണ്. എന്നാൽ 1995 അവസ്ഥയല്ല നിലവിൽ UDFിലും കോൺഗ്രസിലും ഇപ്പോൾ ഉള്ളത്.
ഇപ്പോൾ കോൺഗ്രസ് തന്നെ ദുർബലമാണ് എന്നുള്ളതാണ്. മാത്രമല്ല AK ആന്റണിക്ക് പാർട്ടിയിലും മുസ്ലിം ലീഗിലും ഉണ്ടായിരുന്ന സ്വീകാര്യതയും വിലയുമൊന്നും ഇപ്പോൾ KC വേണുഗോപാലിന് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് സ്വന്തം സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുക്കുവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇതിനെല്ലാം പുറമെ KC മുഖ്യമന്ത്രിയാകാൻ ലാൻഡ് ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത കോൺഗ്രസ് ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകൾ ഒറ്റക്കെട്ടായി പാലം വലിക്കുവാനുള്ള സാധ്യതയും ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണേണ്ടിയിരിക്കുന്നു. അതുകൂടി KC വേണുഗോപാൽ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം ജില്ലയായിട്ടുള്ള കണ്ണൂരിലെ പേരാവൂർ, ആ പേരാവൂർ KC ഇപ്പോൾ ലക്ഷ്യമിടുന്നതുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യം KC വേണുഗോപാൽ ചെയ്തത് പാർട്ടി സംഘടനയെ തൻ്റെ കൈപ്പിടിയിലാക്കുക എന്നതാണ്. അതിനായി K സുധാകരനെ മാറ്റി പുനഃസംഘടന നടത്തിയതിന് പിന്നിലും ഈ അജണ്ടയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. DCC പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയിൽ പോലും അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചു. തൻ്റെ വിശ്വസ്തനെയാണ് കണ്ണൂർ DCCയിലും അദ്ദേഹം പ്രസിഡന്റാക്കിയത് എന്നുള്ളതാണ്. അത്തരത്തിൽ പേരാവൂരിലെ പോരാട്ടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സണ്ണി ജോസഫിനെയും ഇപ്പോൾ PCC പ്രസിഡന്റാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ആന്റോ ആന്റണിയാണ് KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്നുള്ള പ്രചരണം അഴിച്ചുവിട്ടതും തുടർന്നുണ്ടായ എതിർപ്പുകളുമെല്ലാം ഈ സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനായി നിയമിക്കുന്നതിനായിട്ടുണ്ടാക്കിയ നാടകമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തപ്പെടുന്നത്. അതൊരു സത്യമാണ്. അപ്പോൾ ഇതിന് യുദ്ധാന്തരീക്ഷത്തെയാണ് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് AP അനിൽകുമാറിനെയും ഷാഫി പറമ്പലിനെയും നിയമിച്ചതും KC വേണുഗോപാലിന്റെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ പ്ലാൻ ആണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അത് കൃത്യമാണ്. അഥവാ UDFന് ഭരണം ലഭിച്ചാൽ സണ്ണി ജോസഫിനെ രാജിവെപ്പിച്ച്, അതായത് പേരാവൂരിൽ നിന്ന് രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ നിന്നും മത്സരിക്കുവാൻ ഇനി എളുപ്പത്തിൽ KCക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നടക്കാൻ പോകുന്നതും അത്തരത്തിലാണ്. അതായത് പ്രധാനമായിട്ടും KCയുടെ സ്ക്രീനിംഗ് ആയിരിക്കും നടക്കുക. തനിക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് സീറ്റുകൾ ഉറപ്പുവരുത്തുവാൻ പുതിയ KPCC നേതൃത്വവും KC വേണുഗോപാലിൻ്റെ ഒപ്പമുണ്ടാകും എന്നുള്ളതാണ്. ബുദ്ധിപരമായിട്ടുള്ള നീക്കം തന്നെയാണിത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിൽ നടത്തിയിരിക്കുന്നത് അത്രത്തോളം കുടില ബുദ്ധിയാണ്. അതെന്തായാലും പറയാതെ വയ്യ. അപ്പോൾ ഇതോടെ വെട്ടിലായിരിക്കുന്നത് മുഖ്യമന്ത്രി പദം സ്വപ്നം കാണുന്ന രമേശ് ചെന്നിത്തലയും VD സതീശനുമാണ്. KCയുടെ അജണ്ട ഇരുവർക്കും ബോധ്യമാണ് എങ്കിലും തൽക്കാലം പ്രതികരിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരു നേതാക്കളും എന്നുള്ളതാണ്. ഗ്രൂപ്പുകൾ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ ഇല്ലെന്ന് നേതാക്കൾ പരസ്യമായി പറയുന്നുണ്ടെങ്കിലും ഗ്രൂപ്പിസം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പുതിയ നേതൃത്വത്തെ അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് പ്രബല വിഭാഗം ഇപ്പോൾ ഉള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മറയാക്കിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ KC വേണുഗോപാലിൻ്റെ നടപടി എന്ന് പറയപ്പെടുന്നത് തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഒരു പ്രബല വിഭാഗം ഇപ്പോഴും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിരവധി MLAമാരും MP മാരും ഉൾപ്പെടെയുള്ളവർ പുതിയ KPCC ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതും ഇതിൻ്റെ തെളിവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പങ്കെടുത്ത മിക്കവരുടെയും മുഖത്ത് സന്തോഷമില്ലാതിരുന്നതും മ്ലാനവദനരായിരുന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെ AICC സെക്രട്ടറി ആയിട്ടുള്ള PC വിശ്വനാഥിനെയും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാക്കിയത് തരം താഴ്ത്തലാണ് എന്നാണ് വിഭാഗം അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ ഇപ്പോൾ സച്ചിൻ പൈലറ്റ് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അത് ഉറപ്പായതോടുകൂടിയാണ് ദേശീയ നേതൃത്വത്തിൽ നിന്നും അപ്രസക്തമാകുമെന്ന് തിരിച്ചറിഞ്ഞ KC വേണുഗോപാൽ ദേശീയ തലത്തിൽ ഈ PC വിശ്വനാഥ് ഉൾപ്പെടെയുള്ള അത്തരത്തിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള നേതാക്കളെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിയത്. ഇത്തരമൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊരു ആരോപണം മാത്രമല്ല, കൃത്യമായിട്ടുള്ള സത്യാവസ്ഥയാണ്, വസ്തുതയാണ്. KCയുടെ നീക്കത്തിൽ വിഭാഗവും കടുത്ത രോഷത്തിലാണ്. രമേശ് ചെന്നിത്തലയെ തഴഞ്ഞ് മുഖ്യമന്ത്രി കസേര KC ലക്ഷ്യമിടുന്നത് വൻ പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് ഈ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പും. അതേസമയം കോൺഗ്രസിൽ ഉരുണ്ടുകൂടുന്ന ഭിന്നത വൻ പൊട്ടിത്തെറിയിൽ കലാശിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഇടതുപക്ഷവും ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള കടിപിടി, പരസ്പരം പാരവയ്പ്, ഈ പാരവയ്പിലുമൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തോൽവി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ വിശ്വസിക്കാൻ തന്നെയാണ് UDFും വീണ്ടും അധികാരത്തിലെത്താൻ കഴിയുമെന്ന അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിലേക്കാണ് ഇടതുപക്ഷ നേതൃത്വവും ഈ സാഹചര്യത്തെ അടക്കം വിലയിരുത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചതേ ഉള്ളൂ, സച്ചിൻ പൈലറ്റ് AICCയുടെ ദേശീയ സെക്രട്ടറി ആവുന്നു, അതായത് സംഘടനാ ജനറൽ സെക്രട്ടറി ആവുന്നു. അങ്ങനെ സംഘടനാ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് സച്ചിൻ പൈലറ്റ് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെ തഴയുക തന്നെ ചെയ്യും.
മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കെ സി വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി അടക്കം തഴയുന്ന സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു പിടി വേണമല്ലോ എന്ന് കരുതിയാണ് സണ്ണി ജോസഫിനെ മെത്രാന്മാരുടെ കുഞ്ഞാടാക്കി KPCCയുടെ പ്രസിഡന്റാക്കി മാറ്റി ആ KPCC പ്രസിഡന്റ് പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അദ്ദേഹത്തെ പേരാവൂരിൽ മത്സരിപ്പിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കഴിയുമ്പോൾ UDFന് അധികാരം ലഭിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് പേരാവൂരിൽ വീണ്ടും സണ്ണി ജോസഫിനെ മത്സരിപ്പിക്കുന്നത് പോലും. ഇതും KC വേണുഗോപാലിൻ്റെ ഒരു തന്ത്രമാണ്. അങ്ങനെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചു കഴിഞ്ഞാൽ പേരാവൂരിലൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടാവും. ആ ഉപതെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ മത്സരിക്കും. KC വേണുഗോപാലിന് വേണ്ടി KPCC പ്രസിഡന്റ് പദം ലഭിച്ചതിൻ്റെ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്ന പോലെ ആ ഉപകാരസ്മരണയായി സണ്ണി ജോസഫ് പേരാവൂരിലെ സ്ഥാനം ഒഴിയുകയും ചെയ്യും. അങ്ങനെ അവരുടെ ഉപതെരഞ്ഞെടുപ്പിലൂടെ KC വേണുഗോപാലിന് മത്സരിച്ച് ജയിച്ചു കയറാം എന്നുള്ള അമിതമായിട്ടുള്ളൊരു ആത്മവിശ്വാസം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ കുതന്ത്രങ്ങൾ മെനയുകയാണ് KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നു കയറുവാൻ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.